ഹായ് ഹലോ ഫ്രണ്ട്സ്, അരുണാണേ. പിന്നെ പിള്ളേർ രണ്ടും എൻ്റെ കൂടെ ഇങ്ങനെ കടയിലോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്നാൽ പിന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞാനിന്ന് പിള്ളേരെയും കൊണ്ട് കടയിലോട്ട് വന്നേക്കാണേ. അതെ, ഓർമ്മ കേട്ടോ, മുമ്പ് നമ്മളൊരു വീഡിയോയിൽ ഈ പുല്ലൊക്കെ കരിയാനായിട്ട് നമ്മൾ മരുന്ന് സ്പ്രേ ചെയ്തായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരുമാതിരി കരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇതിനിടയ്ക്ക് മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കാം അപ്പുറത്തെ സൈഡെല്ലാം പൂർണ്ണമായിട്ട് കരിഞ്ഞു. ഇതിങ്ങനെ കരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ കുറച്ച് കസ്റ്റമറൊക്കെ വന്നിട്ടുണ്ടേ കടയിൽ. നമ്മുടെ ജമാൽ ഇതാണ്ട് കിഴി പൊറോട്ട കിട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. ചിക്കൻ ഫ്രൈ ഒക്കെ വറുത്ത് നല്ല കിഴി പൊറോട്ടയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവൻ. ഞാൻ കടയിൽ കയറിയ ഉടനെ തന്നെ പിള്ളേർക്ക് കൊത്തു പൊറോട്ട വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊത്തു പൊറോട്ട ഞാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ബായിയുടെ അടുത്ത് പറഞ്ഞായിരുന്നു. നമ്മുടെ ഇക്ബാൽ ബായിയാണ് കൊത്തു പൊറോട്ട തയ്യാറാക്കുന്നത്. അതാണ്ട് നല്ല ചിക്കൻ കൊത്താണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ചിക്കൻ കൊത്ത് തയ്യാറായി കഴിഞ്ഞു. ചിക്കൻ കൊത്തു പൊറോട്ട ആണ്ടെ പിള്ളേർ കഴിച്ചു തുടങ്ങി. അവർക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ആസ്വദിച്ചതാണ് കഴിക്കുന്നുണ്ട്. മുൻപത്തെ വീഡിയോ കണ്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ അതോ പിള്ളേർക്കൊന്നും കൊടുക്കത്തില്ലെന്ന്. അപ്പോൾ അതിനും കൂടെ ഉള്ള മറുപടിയാണ് ഇത് കേട്ടോ. പിള്ളേർ കഴിക്കുന്ന കണ്ടല്ലോ. 2 പേരോടും ഞാൻ ചോദിച്ചു കൊത്തു പൊറോട്ട എങ്ങനെയുണ്ട്. 2 പേർക്ക് സൂപ്പറാണെന്നുള്ള അഭിപ്രായമാണ് കേട്ടോ. ഇന്ന് നാടൻ ചിക്കൻ പെരട്ടുണ്ടായിരുന്നു, നാടൻ കോഴിയുടെ ചിക്കൻ പെരട്ടുണ്ടായിരുന്നു. കണ്ട അതാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല വറട്ടി വെച്ചിരിക്കുന്നുണ്ടോ ചട്ടിക്കകത്ത്. കണ്ടേ അതിൻ്റെയാണിത്, ഒരു പ്ലേറ്റ്. പിള്ളേർ കൊത്തു പൊറോട്ടയൊക്കെ കഴിച്ചു. അപ്പോൾ എനിക്കും വിശന്ന്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാനൊരു ബിരിയാണി എടുത്തു. നല്ല സൂപ്പർ ബിരിയാണി, ദം ബിരിയാണി. ഇത് ഇങ്ങനെയല്ല എടുക്കുന്നത്, ഞങ്ങൾ സാധാരണ കസ്റ്റമർക്ക് കൊടുക്കുന്നത് വേറെ ബൗളിലാണ്. ഇതിപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടായതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരു പാത്രത്തിലെടുത്തത് കേട്ടോ. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു. ഇത് കണ്ടോ, നമ്മുടെ പത്നി ഈ കരിയാപ്പിലേക്ക് കിളി എടുക്കുന്നുണ്ടോ. അവിടെ നിന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്ക് തന്നതാണ് കേട്ടോ കടയിലത്തേക്ക്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വീട്ടിലേക്ക് കൊണ്ടുപോകാനെടുത്തു. നല്ല അടിപൊളി ഏത്തക്കപ്പം താണ്ട് പൊരിച്ചിട്ടിട്ടുണ്ടേ. ഏത്തക്കപ്പം മാത്രമല്ല, മസാല ബോണ്ടയുണ്ട്, പിന്നെ വേറെ 2-3 സ്നാക്സ് കൂടെ ഉണ്ട്. അതെല്ലാം ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇക്ബാൽ ഭായി പൊറോട്ടയൊക്കെ ചൂടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കണ്ടോ. എല്ലാം സെറ്റാക്കി വെച്ചൊക്കെയാണ്. ഇനി കല്ലിലേക്ക് ഇട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോഴേക്കും കുറച്ച് കിഴി പൊറോട്ടയുടെ ഓർഡർ വന്നായിരുന്നു. അപ്പോൾ അതാണ് കണ്ടില്ലേ, നമ്മുടെ ഇഡ്ഡലി പാത്രത്തിനത് സ്റ്റഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിടിലൻ കിഴി പൊറോട്ട. കണ്ടോ, 2 കിഴി പൊറോട്ടയാണ് ഓർഡർ വന്നത് കേട്ടോ. ആവി വറക്കുന്ന കണ്ടോ, നല്ല സൂപ്പർ സാധനമാണ്. ആഹാ, നല്ല ചൂടായി ഇങ്ങനെ ആവിയിലിരുന്ന് നല്ല വെന്ത് പൊറോട്ടയും ചിക്കനും എല്ലാം കൂടെ നല്ല സെറ്റായിരിക്കുകയാണ്. ഇതിങ്ങനെ തുറക്കുമ്പോഴൊക്കെ ഈ വാഴയിലയുടെയൊക്കെ ഒരു മണം വരും കേട്ടോ. എൻ്റെ സാറേ, ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയും പോലെയാണ് കേട്ടോ. ഇത് കാണുന്നവരെ നമുക്ക് നമ്മുടെ കിഴി പൊറോട്ട ഒന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പറാണ്. ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളൊന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയും. ഇതാ കണ്ടോ, നല്ല മഴയാണേ. അങ്ങനെ മഴയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.